എന്നറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യവും 9-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഈ സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവസന്നിധിയിലെ ഒരു നിലവിളിയാണ്. ദാവീദിൻ്റെ ജീവിതത്തെ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ താൻ കടന്നുപോയ പ്രതിസന്ധികളാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതാൻ തന്നെ പ്രാപ്തനാക്കി തീർത്തത്. ഒരു സങ്കീർത്തനം എഴുതാൻ വേണ്ടി രാവിലെ കുത്തിയിരുന്ന് എഴുതിയ ആളല്ല ദാവീദ്. കടത്തിവിട്ട അതിവേദനയുടെ നടുവിൽ ഈ 3-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചാൽ, 3-ാം സങ്കീർത്തനം എഴുതാൻ കാരണം വേറെ എങ്ങൊന്നും ഉണ്ടായ പ്രശ്നമല്ല, വീട്ടിലാ, സ്വന്തം മകനാ. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയേ. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ സ്വന്തം വീട്ടിലുണ്ടായ പ്രശ്നമാണ് ഈ 3-ാം സങ്കീർത്തനം തന്നെ കൊണ്ട് പാടിച്ചത്. കടന്നുപോയ അതിവേദനയുടെ നടുവിൽ താൻ ഓടിപ്പോകുമ്പോൾ ചമച്ചതെന്ന. സാധാരണ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ഓടിക്കുകയാണ് നാട്ടിലെ രീതി അനുസരിച്ച് 2 പ്രാക്കേലുമാ പറയണ്ടേ. കേക്ക പറഞ്ഞില്ലേലും ഉള്ളിലേലും പറയും. പക്ഷെ ഇവിടെ ഓടിപ്പോകുന്ന ആള് പ്രാഗിയെന്നല്ല, പാടിയെന്ന. ഒരു സ്തോത്രം പറയാവോ? സഭായോഗത്തിന് വന്ന് 2.5 മണിക്കൂർ പാട്ട് പാടിപ്പോകുന്ന കാര്യമല്ല. വെല്ലുവിളി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, അപവാദം വരുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അതൊരു പക്ഷേ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിടത്തുനിന്ന് തന്നെ ആയിക്കൊള്ളട്ടെ പ്രതികൂലം. ഒരപ്പത്തിന്റെ അംശിയുടെ ഭാഗത്തു നിന്നാകട്ടെ, ഒരു സഭയിൽ നിന്നാകട്ടെ, നീ ആയിരിക്കുന്ന ഔദ്യോഗിക മണ്ഡലത്തിലാകട്ടെ, പ്രതിസന്ധി വരുമ്പോൾ ദൈവകൃപ വെളിപ്പെടുത്താൻ കഴിയുന്നതാണ് ഒരാത്മീകന്റെ ലക്ഷണം. സ്തോത്രം. 27-ാം സങ്കീർത്തനം 34-ാം സങ്കീർത്തനവും ഒക്കെ പാടാൻ കാരണക്കാരൻ ശൗല. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ അതിൻ്റെ എല്ലാം ചില കാരണങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാം. കടന്നു പോകുന്ന ശോധനകൾ, വേദനകൾ നിരാശയുടെ അടിത്തട്ടിലേക്കല്ല നിന്നെ ഇറക്കി വിടേണ്ടത്. അവിടെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് എൻ്റെ ദൈവം സർവശക്തനാണെന്നുള്ള ആ വലിയ നിർണയം ഹൃദയത്തിൻ്റെ അകത്ത് പ്രാപിക്കുമ്പോൾ മാത്രം 16-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ശരണമാക്കുന്ന എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവം. സ്തോത്രം. അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്, ആ ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ആരാ ദൈവം? ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ശരണമാക്കാൻ കൊള്ളാവുന്ന, ചേർത്ത് നിർത്താൻ കൊള്ളാവുന്ന, എൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് അടുത്ത തുണയായിരിക്കുന്ന ഈ നല്ല ദൈവം. ഓ റിബാന ശംദരാജലാദന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ചില വീടുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ആരാധനയ്ക്ക് വരാൻ കഴിയാത്ത ഈ മാതാപിതാക്കളൊക്കെ എനിക്ക് തന്നെ തോന്നി, ദൈവമേ ഇത്ര മണിക്കൂറൊക്കെ ഇവർ നമ്മുടെ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമോ? അവർ പറയുന്നു, പാസ്റ്ററേ അതാണ് ഒരു ബലം കേട്ടോ. ഹറബാന ശംദരാജന. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ ആരാധന എവിടെയൊക്കെയോ ആർക്കൊക്കെയോ മാത്രമല്ല, സഭാമണ്ഡലത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ശാരീരിക മണ്ഡലങ്ങളിൽ നീറുന്ന, വേദനിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് പകൽ നിന്റെ മുൻപിൽ നിർത്താൻ കൊള്ളാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ആമേൻ, നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ആമേൻ, ആമേൻ, ശരണമാക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവനെ ശരണം പ്രാപിക്കുന്നു ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല.
ഇബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഇന്ന് പാടിയ പാട്ടുകൾ അതിന്റെ വരികളുമായി ചേർന്ന് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും. എത്ര പേർക്ക് പറയാൻ പറ്റും? ധൈര്യത്തോടെ കഴിഞ്ഞ 7 മാസം ചില ശോധനകൾ, ഭാരങ്ങൾ, വെല്ലുവിളികൾ, അല്ല ഈ മാസമെങ്കിലും ഒരു വിടുതൽ കാണുന്ന ചിലരോട്, പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലരോട്, സാധ്യതകളൊന്നും മുമ്പിൽ കാണാത്തതിനാൽ സംശയിച്ചോ അവിശ്വസിച്ചോ കലങ്ങിയ കണ്ണുമായി ഇന്ന് പകൽ ഇവിടെ നിന്ന് മടങ്ങാനല്ല, പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, കുഞ്ഞേ, ദൈവം ആരാണെന്ന് നീ അറിയണം. മുമ്പിൽ നിർത്തിയിരിക്കുന്ന ദൈവം. ആമേൻ. പുതിയ നിയമത്തിൽ പറയാ, യേശു ക്രിസ്തു. വായിച്ചാട്ടെ ആ വാക്യം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഉറപ്പുള്ളവരെ കൈ ഉയർത്തിക്കൊണ്ട് പറ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. മാറ്റമില്ലാത്ത നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. വാക്കുമാറാത്തവൻ. ആരെല്ലാം വാക്കുമാറി? പ്രതീക്ഷിച്ച ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി. ആമേൻ. പ്രതീക്ഷിച്ച എത്രയോ മുഖങ്ങൾക്ക് മാറ്റം വന്നു, രീതികൾക്ക് മാറ്റം വന്നു, ആൾക്കാർക്കും സ്വഭാവങ്ങൾക്കും മാറ്റം വന്നു. എന്നാൽ മാറാത്തൊരു പൊന്നുമുഖം. പ്രൈസ് ഗോഡ്. അല്ലല്ലേ, വാക്കുമാറാത്തൊരു നല്ല കർത്താവ്, അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ നന്നായിട്ട് അറിയാമെന്ന് വീട്ടിലെ അനുഭവം അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം സഹോദരന്റെ കാര്യം. എന്തിനാ അങ്ങോട്ട് വന്ന് അപ്പനും അമ്മയും വരെ മാറിയെന്നാ പറഞ്ഞേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്വന്തം അപ്പനും അമ്മയും വരെ മാറി. അതുകൊണ്ടാ പറഞ്ഞത്, മാറാത്തൊരുത്തനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ യഹോവയെ എപ്പോഴും എപ്പോഴും എപ്പോഴും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, എപ്പോഴും മുമ്പിൽ വെക്കാൻ, ഏത് സമയത്തും മുൻപിൽ വെക്കാൻ, എപ്പോഴും മുമ്പിൽ നിർത്താൻ കൊള്ളാവുന്ന ഒരു നല്ല പ്രാണപ്രിയൻ ജീസസ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തില്ല, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. ശരിക്കും പറഞ്ഞ ആളൊന്ന് കുലുങ്ങി. ഈ വിധ സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിലൊക്കെ വല്ലാതെ ആടി ഒലഞ്ഞുപോയി. 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളൊരു വാക്യം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കൈയാൽ നശിക്കേയുള്ളൂ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ദിനങ്ങൾ, ആടി ഉലഞ്ഞ് കുലുങ്ങി, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇസ്രയേലിന്റെ രാജാവാകുമെന്ന് ഇസ്രയേൽ തെറ്റുപറ്റാത്ത ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞതാ. ദാൻ മുതൽ ബർശേവ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ. ആകെ കൂടി ഒറ്റ പ്രാവശ്യമേ ഊഹാപോഹങ്ങൾ വെച്ച് ഈ രാജാവല്ലേ, അതിന് പറ്റിയ ഒരു മട്ടും പാവവും ഒക്കെ നോക്കി കൈവെക്കാൻ തുടങ്ങി. ജീവിതത്തിലാകെ ഒറ്റ പ്രാവശ്യം. അന്നേരം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മുഖം നോക്കരുത്. അത് അതുപോലെ അനുസരിച്ചു. കുറച്ച് സമയത്തിന് ആ തെറ്റൊക്കെ പറ്റി കേട്ടോ. ഒരു പ്രാവശ്യമൊന്നും അല്ല, പല പ്രാവശ്യം അങ്ങനൊരു കാര്യം സംഭവിച്ചു. കാരണം രാജാവ് എന്ന ആ ചിത്രം ഹൃദയത്തിലിരിക്കുന്ന കൊണ്ട് അതിന് പറ്റിയത് അറിയാതൊന്ന് നോക്കി. അല്ലാതെ ഒരു തെറ്റും പറ്റാത്ത, ഒരിക്കലും തെറ്റുപറ്റാത്ത ആ ശ്രേഷ്ഠ ദൈവമനുഷ്യൻ, അഭിഷേകം ചെയ്ത ദാവീദ് നിരാശയുടെ നീഴ്ചുഴിയിൽ അകപ്പെട്ടതുപോലെ കലങ്ങി തളർന്ന് ഭാരപ്പെട്ടു. അതുകൊണ്ട് 35-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലൊക്കെ പറഞ്ഞത്, വയ്യ കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് തളർന്നു പോയ പോലെ, ക്ഷീണിച്ചു പോയ പോലെ, ആരുമില്ല തൻ്റെ പക്ഷത്ത് നിൽക്കാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒന്ന് ബലപ്പെടുത്താൻ. ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ ഉള്ളേ? ആ നാട്ടിൽ ആർക്കും വേണ്ടാത്ത, ആരും കൂടെ കൂട്ടാത്ത കുറച്ചു പേരുണ്ട്. അഷ്ടിക്ക് വകയില്ലാത്ത കുറെ കൂട്ടുകാരാ തൻ്റെ പിന്നിലുള്ളത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ, തൻ്റെ പക്ഷത്തൊന്നും മൂളാൻ, ഒന്ന് പറയാൻ ആരുമില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയാം, കുലുങ്ങിപ്പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന, ഭാരപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങളുടെ നടുവിലൂടെ
നിന്റെ കുടുംബം കടന്നു പോകുന്നെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ശത്രു നിന്നെ കടത്തിവിടുന്നു നിനക്ക് തോന്നുന്നെങ്കിൽ, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കലക്കുന്നവരുടെ നടുവിൽ, ക്ഷീണിപ്പിക്കുന്നവരുടെ നടുവിൽ, ഭാരപ്പെടുത്തുന്നവരുടെ നടുവിൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്കറിയാലോ, മന്നനായ ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് ചെല്ലുമ്പം, ദാവീദ് ശരിക്കും പറഞ്ഞ നാട്ടുകാർ മുഴുവൻ കലങ്ങിയിരിക്കുക. ഇസ്രായേലിന്റെ രാജാവായ ശൗല് കഴിഞ്ഞ 40 ദിവസമായിട്ട് ഒരു വാക്ക് പോലും അനക്കാൻ കഴിയാതെ കലങ്ങി ക്ഷീണിച്ച് തളർന്നിരിക്കുക. അന്നേരവാ ദാവീദ് ചെല്ലുന്നത്. കിട്ടിയ റെസ്പോണ്ടെല്ലാം നമുക്കറിയാം. സഹോദരന്മാർ ചോദിച്ചു, നിനക്ക് വേറെ ഒരു പണിയില്ലേ? അപ്പൻ്റെ കുറേ ആടുകൾ ഉള്ളതിനെ വിട്ടിട്ട് നീ ആരുടെ പക്കൽ ഏൽപ്പിച്ചേക്കുന്ന? നീ ഇവിടെ എന്ത് കാണാൻ വന്നിരിക്കുക? അഹങ്കാരം, നികളഭാവം, ഇതെല്ലാം പറഞ്ഞ് പരിഹസിക്കുക. കലങ്ങി നിൽക്കുന്നവരുടെ നടുവിൽ, ഒരു രാജ്യം മുഴുവൻ കലങ്ങി നിൽക്കുമ്പോഴും പരിഹാസം ഇപ്പുറത്ത് ഉയർത്തുമ്പോഴും തീർന്നോ? ഗോലിയാത്ത് നോക്കി വെച്ച് വിളിച്ചത് എന്നതാ, നീ ഒരു നായയുടെ നേരെ എന്ന പോലെ വരുന്നു എന്ന് പറഞ്ഞ അടുത്ത് പറഞ്ഞെന്നറിയോ? ആകാശത്തിലെ പക്ഷികൾക്ക് ഇന്ന് നിന്നെ കൊത്തിപ്പറിച്ച് തിന്നാൻ ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അവിടെ കലങ്ങിയില്ല. എന്നെ കലങ്ങാഞ്ഞെന്നറിയാവോ? നേരത്തെ വായിച്ച വാക്യത്തിന്റെ ആദ്യ ഭാഗമാ. മുമ്പിൽ നിർത്തിയേക്കുന്നത് ആരെയാണെന്ന് ദാവീദിന് ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പരിഹാസങ്ങളും വെല്ലുവിളികളും ആക്ഷേപങ്ങളും ശത്രു നിനക്കെതിരെ ഉയർത്തി വിടുമ്പോൾ നിന്റെ മുൻപിൽ ആരെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് നിനക്ക് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതൽ പതറത്തില്ല. അവൻ ധൈര്യത്തോടെ വിളിച്ചു പറയും, അവൻ എൻ്റെ മുൻപിലുള്ളത് കൊണ്ട്, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട്, അവൻ എൻ്റെ വലങ്കരം പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. നിന്ദിക്കുന്നവരുടെ മുൻപിൽ, പരിഹസിക്കുന്നവരുടെ മുൻപിൽ, വെല്ലുവിളിക്കുന്നവരുടെ മുൻപിൽ, ആക്ഷേപിക്കുന്നവരുടെ മുൻപിൽ, ശത്രുക്കളുടെ തലകുലുക്കലിന്റെ മുൻപിൽ പതറാതെ നിൽക്കാനുള്ള പുതിയ ബലം യേശുവിന്റെ നാമത്തിൽ, രക്തത്താലും വചനത്താലും ഇന്ന് പകൽക്കാലം ചില ശരീരങ്ങളിലേക്ക് അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഓ ഹല്ലേലൂയ, 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവകൃപ. ഓ റിബന ഹദല ഘടകന. ആത്മാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തില് ഘോരബല ഹദര ഘടക. ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഉരബരബര ഛപരജന അഡരമനജല ധിരോജല ക്ഷസിയ ഹത്തുരാജല സൈഥോറിയാന. എല്ലാ മുഖങ്ങളും ഇന്ന് പകൽ ഒടിയട്ടെ. ഭാരമുള്ള ചില കല്ലുകൾ ഈ പകൽ ഉരുണ്ടു പോകട്ടെ. നിരാശപ്പെടുത്തുന്ന, ആകുല ചിന്തപ്പെടുത്തുന്ന അന്ധകാര ശക്തിയുടെ വ്യാപാര മണ്ഡലങ്ങൾ അറിയിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറിയിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച യേശുക്രിസ്തു ഇന്നലെയും, ഫീഡ്ബാക്ക്, ഇന്നലെയും ഇന്നും എന്നേക്കും. ധൈര്യമായിട്ട് പറ. ഞാൻ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത്, എൻ്റെ മുൻപിൽ നിൽക്കുന്നത്, എൻ്റെ മുൻപിൽ എത്ര നിന്ദയുണ്ടെങ്കിലും, പരിഹാസമുണ്ടെങ്കിലും, പ്രതികൂലമുണ്ടെങ്കിലും, ആക്ഷേപമുണ്ടെങ്കിലും എനിക്കൊരു നിർണയമുണ്ട്. ശത്രുക്കൾ കാണുക, കഴിഞ്ഞ നാളുകൾ എനിക്ക് വേണ്ടി മേശ ഒരുക്കിയ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ സർവശക്തനാണ്.
ഓ വലിയ നിർണയം, ആ വലിയ നിർണയം, ആ വലിയ നിർണയം. ഊഡാറാബാന അന്തരാജല സൈതാരജന ഹഡാര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ, രക്തത്താൽ, ഹോ യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. കുഞ്ഞാടിന് മഹത്വം കരയേറ്റുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന് 35-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. നമ്മെ വേർപിരിക്കുന്നവർ കഷ്ടതയോ സങ്കടമോ. പൗലോസ് പറയാ, വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ ഇത് നേരെ വരുമ്പോൾ തളരാതെ നിർത്തുന്ന, താങ്ങി സൂക്ഷിച്ചു നിർത്തുന്ന ആ പൊന്നുകരം. ആമേൻ. വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടെന്നേ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാം. വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല. എല്ലാ കാലഘട്ടവും സുഗമമായി സഞ്ചരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. വിശേഷാൽ ഇനിയുള്ള കാലം നിങ്ങൾക്കറിയാമല്ലോ, അകാരണമായ കുറ്റങ്ങൾ ചാർത്തി സമൂഹം ഏതുമാകട്ടെ ഇന്നത്തെ ക്രൈസ്തവഗോളം പീഡയുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. വളരെ പ്രാർത്ഥിക്കണേ, ഗൗരവമായി പ്രാർത്ഥിക്കണേ. നമ്മളൊക്കെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഈ പട്ടണത്തിൽ ആരാധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാണുന്നവരും ചിരിക്കുന്നവരും എല്ലാം നമ്മുടെ പക്ഷത്താണെന്നാണോ? അല്ല, അവസരം കാത്തിരിക്കുന്ന ഏറെ പേരുണ്ട് കേട്ടോ. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവകൃപയുള്ള ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നേറാൻ ഈ ദിവസങ്ങളിൽ അധിക ബലം ധരിക്കട്ടെ. സ്തോത്രം. പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. തീർന്നില്ല, അടുത്തത്. നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. കാലം പറയാൻ പറ്റുമോ എനിക്കൊരു ജയമുണ്ടെന്ന്? എനിക്കൊരു പൂർണ്ണ ജയമുണ്ടെന്ന്. എനിക്കിതിലൊക്കെയും പൂർണ്ണ ജയമുണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം. എനിക്കിതിലൊക്കെയും പൂർണ്ണ ജയമുണ്ട്. ഏത് വിഷയങ്ങൾ വരുമ്പോഴും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ആ വലിയ നിർണയം നമ്മുടെ അകത്ത് വേണം. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വാക്തത്വം മുറുകെ പിടിച്ചു വേണം ദൈവമക്കളെ നമ്മൾ സഞ്ചരിക്കാൻ. ഇതിലൊക്കെയും പൂർണ്ണ ജയം. തീർന്നില്ല, അടുത്തത്. ജീവനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഇതുവരെ വന്നതിനേക്കാൾ വ്യത്യസ്തമായ ചിലത് നാളെ നിന്റെ മുമ്പിൽ വന്നേക്കാം. പക്ഷെ നിന്നെ വിളിച്ച ദൈവം നിന്റെ മുൻപിലുണ്ടെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, ആ വചനത്തിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ, ആ കൃപയിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ തളരാതെ യാത്ര ചെയ്യാൻ പറ്റും. സ്തോത്രം. ഇപ്പോൾ ഉള്ളതിനും വരുവാനുള്ളതിനും പിന്നെ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന്, അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന്, അങ്ങയുടെ വചനത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ ആണ്ടുവിട പുറകോട്ട് പോകത്തില്ല. രക്തത്താൽ ജയം. ദാവീദ് വിളിച്ചു പറയാ, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുക. എനിക്ക് ആ നിർണയമുണ്ട്, എനിക്ക് ആ ഉറപ്പുണ്ട്. വെല്ലുവിളികൾ വരട്ടെ, പരിഹാസങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, ആക്ഷേപങ്ങൾ വരട്ടെ, ആമേൻ, ശത്രു ഏതൊക്കെ നിലയിൽ എനിക്കെതിരെ ഉയരട്ടെ, അതെന്റെ ഗ്രഹത്തിലാകട്ടെ, അകത്താകട്ടെ, പുറത്താകട്ടെ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവസഭ മുറുകെ പിടിക്കണം. കർത്താവിന് ഇനിയും ഈ പട്ടണത്തിൽ വൻകാര്യം നമ്മളിലൂടെ ചെയ്യാനുണ്ട്.
ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തീർന്നു പോകാത്തതാ, അത് മാറ്റമില്ലാത്തതാ. ആ 8-ാം വാക്യം കഴിഞ്ഞാൽ അടുത്ത് എഴുതിയിരിക്കുന്ന കേൾക്കണം. അതുകൊണ്ട് എൻ്റെ ഹൃദയം കലങ്ങി ക്ഷീണിച്ച് തളർത്തി കളയണമെന്ന പിശാചു വിചാരിച്ചത്. ഭക്തൻ പറയുന്നത് കേൾക്കണോ, എനിക്കൊരു നിർണയമുണ്ട്, ഉറപ്പുണ്ട്. എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന, എൻ്റെ മുൻപിൽ നിൽക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്യുക? ഇപ്പം സന്തോഷിക്കുന്നു. 2, മനസാനന്ദിക്കുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഒരു മരണഭീതിയൊക്കെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞ എൻ്റെ ജഡം നിർഭയമായി, ഭയങ്കര മരണഭീതി വരെ. ഞാൻ വായിച്ചില്ല നേരത്തെ ഒരു വാക്യം, 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം. പതറിപ്പോയി, ആടിപ്പോയി, നടക്കത്തില്ലെന്ന് ചിന്തിച്ചു. പക്ഷെ ആ സമയത്ത് ആയുസിൽ ഒരിക്കൽ മാത്രം ഒരു ദൂത് പറഞ്ഞ ഒരു പ്രിയപ്പെട്ടവളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആമേ, അബിഗയിൽ എന്ന പേര്. അബിഗയിൽ ദാവീദ് ക്ഷീണിച്ച് തളർന്ന് കുഴഞ്ഞ് മടുത്തിങ്ങോട്ട് വരുമ്പോൾ മുഖത്ത് നോക്കി ആത്മാവിൽ ദാവീദിനോട് വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്. ആ പദം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: യജമാനന്റെ പ്രാണൻ ദൈവമായ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ദാവീദിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുക, എൻ്റെ ദാസനായ ഇസ്രായേലിന്റെ രാജാവായ വാഗ്ദത്തമുള്ള ദാവീദേ, എന്തിനാ ഇങ്ങനെ ക്ഷീണിക്കുന്നേ? എന്തിനാ തളരുന്നത്? നിന്റെ പ്രാണൻ ശൗലിന്റെ കുന്തമുനയിലല്ല. ആമേൻ. ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നിന്നോടൊരു വാഗ്ദത്തം ദൈവത്തിനുണ്ട്. അതുവരെ നിന്റെ പ്രാണനെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നിട്ട് തിരിച്ചൊരു ദൂതൂടെ പറഞ്ഞു, നീ ഇന്ന് ഭയപ്പെടുന്ന, ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, വിഷമിപ്പിക്കുന്ന നിന്റെ ശത്രുക്കളുടെ പ്രാണനെയോ അവൻ കവണയുടെ തടത്തിൽ നിന്ന് ഒരു കല്ലെന്ന പോലെ ദൂരവേ എറിഞ്ഞു കളയും. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം, ദാവീദിന് മനസ്സിലാകുന്ന ഭാഷ വരെ ആ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച്. ദാവീദിന് സ്ഫുടമായിട്ട് മനസ്സിലാവും എന്തുവാ കവണയും കല്ലും മറ്റാരേക്കാൾ. കാരണം പുള്ളിക്കറിയാം ഇത് വെച്ച് വീശിയാൽ ഇതെവിടാ ചെല്ലുന്നത്, എത്ര ദൂരം പോകുമെന്ന്. എന്നിട്ട് പറയുക, ഒരു കവണയുടെ തടത്തിൽ നിന്ന് കല്ല് വീശിയെറിഞ്ഞാൽ അത് പോകുന്നത് പോലെ നീ ഇന്ന് ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ നിന്ദിക്കുന്ന. ഞാൻ വേദപുസ്തകം ശ്രദ്ധിച്ചിട്ട് വേദപുസ്തകത്തിൽ നന്ദി കെട്ട ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ശൗല. കാരണം 40 ദിവസം ഇസ്രയേൽ നിരയെ മുഴുവൻ വെല്ലുവിളിച്ച മല്ലനായ ഗോലിയാത്തിനെ വിതിൻ സെക്കൻഡ് കൊണ്ട് തകർത്ത് ആ ജയം ശൗലിനു വേണ്ടി നേടിക്കൊടുത്ത ആളാ. സത്യം പറഞ്ഞാൽ ആയുസിൽ അന്നേരെ പറഞ്ഞു ചിരിക്കണ്ട, മോനെ ഞാൻ ഇനി നിന്നോട് ഒരു പൊരുതിനും വരുന്നില്ല, ഇരുന്നോ കസേരയിൽ, സ്തോത്രം. എന്നാ എന്നെ അനുഗ്രഹിക്കപ്പെട്ടേനെ, സ്തോത്രമൊക്കെ പറയണേ. ഞാൻ ആ ഭാഗത്തോട്ട് എങ്ങും ഈ വാക്യമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇതുപോലെ നന്ദി കെട്ട, നിന്ദിച്ച, വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മുൻപിൽ സകലവും കൂടെ ചേർത്ത് ഞാൻ പറയാം, ദൈവാത്മാവ് ആശ്വസിപ്പിക്കുന്ന പോലെ വേറെ ആരും നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പോലെ, സ്വർഗത്തിലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന പോലെ, ഈ തിരുവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കാൻ എത്രയോ സന്ദർഭങ്ങളിൽ നിരാശപ്പെടുത്തി, തളർത്തി, ഭാരപ്പെടുത്തി, നിന്നെ മുൻപോട്ട് വിടാതിരിക്കാൻ ശത്രു എന്തെല്ലാം വിഷയങ്ങൾ മുമ്പിൽ കൊണ്ടിട്ട് എതിരായി പോരാടിയ സന്ദർഭങ്ങളിൽ അവൻ്റെ വചനം തന്ന് ബലപ്പെടുത്തിയതുകൊണ്ട്, അവൻ്റെ വാഗ്ദത്തം തന്ന് നമ്മെ ഉറപ്പിച്ചതുകൊണ്ട്, ആ പരിശുദ്ധാത്മാവ് നമ്മെ തലോടിയതുകൊണ്ട്, ആ വചനം നമുക്ക് വേണ്ടി ദൈവം അയച്ചതുകൊണ്ട് നമ്മുടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഈ നല്ല ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഭക്തൻ പറയാ, ഞാൻ ഭയരഹിതനായി ജീവിക്കുന്നതിൻ്റെ രഹസ്യം, കുലുങ്ങിപ്പോയി, പതറിപ്പോയി, ഭാരപ്പെട്ടു പോകാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അശേഷം ഭയമില്ലാതെയാ. അതിൻ്റെ രഹസ്യം ഒറ്റ കാര്യം പറയാം. ദാവീദ് പറയാ, എൻ്റെ മുൻപിൽ എപ്പോഴും ഞാൻ ആരെയാ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തെ മുൻപിൽ നിർത്തിയ ഓരോ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പതറാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല, തകരാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. സെരുബാബേലിനോട് ദൈവം പറയുന്നത്, സെരുബാബേലേ, നിന്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കി തരുന്നു.
വരുന്നവനാ. എല്ലാ കണ്ണുകളെയും അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഷാഖാന അഡാരാജ സീതാര, എല്ലാവരും ചേർന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ പകൽ ചില വിടുതലുകൾ വ്യക്തി ജീവിതങ്ങളിൽ, ശരീരമണ്ഡലങ്ങളിൽ ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ആകുല ചിന്തയിട്ട് കുഴച്ചു കളയാൻ നോക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ബലമേറ്റെടുത്ത് ദൈവകൃപയിൽ ശക്തിപ്പെട്ട് വിളിച്ചു പറ, എന്റെ ദൈവം, എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, എന്നെ വിളിച്ച ദൈവം. ഓ ആരാധിച്ച് ബലപ്പെട്ടാട്ടെ, ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന്റെ വാഗ്ദത്ത വചനങ്ങളിൽ ആശ്രയിച്ച്. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ. ഖംബരാജല ഹുഡരാജന സൈഥോറിയാനബ ഹുഡൽകന സൈഥോറിയാലബ. കുഞ്ഞാടേ, അങ്ങേക്ക് സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടാൻ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. പതറാതെ ധൈര്യപ്പെട്ട് ദൈവത്തിലും അവൻ്റെ വചനത്തിലും ആശ്രയിച്ച് ഈ വരും ദിവസങ്ങൾ മുമ്പോട്ട് പോകാൻ കർത്താവ് ദൈവസഭയ്ക്ക് കൃപ തരട്ടെ. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തി ജീവിതം